നീളത്തിലുള്ളൊരു ഷാൾ കഴുത്തിൽ അണിഞ്ഞു വന്ന മോദിയെ കണ്ടാൽ ഏതൊരു മെത്രാനാണെന്ന് തോന്നുമായിരുന്നു. അത്രയ്ക്ക് ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടിയാണ് അദ്ദേഹം ആ ദേവാലയത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്തത്. വൈദികർക്കൊപ്പം അദ്ദേഹം മുൻനിരയിൽ തന്നെ ഇരുന്നു. പിന്നീട് ഗായക സംഘം കരോൾ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ അദ്ദേഹം വിരലുകൾ കൊണ്ട് താളമിട്ടുകൊണ്ടിരുന്നു. അതുപോലെ പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥനാ പുസ്തകം കയ്യിൽ കരുതി അത് തുറന്ന് കയ്യിൽ പിടിക്കുകയും ചെയ്തു. CNAയുടെ ഡൽഹിയിലെ ഡയോസിസ് ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ദൈവം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ നയിക്കുന്നതിന് കൂടുതൽ ശക്തി പകരട്ടെ എന്നായിരുന്നു. സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ രാജ്യത്തെ നയിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു. മോദിക്ക് വേണ്ടി ബിഷപ്പ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് ചെന്ന് കൈകൾ കൂപ്പി വളരെ ഭക്തിയോടുകൂടി നിൽക്കുന്നത് കാണാമായിരുന്നു. അതിനുശേഷം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന ക്രൈസ്തവര് ആട്ടിയോടിക്കപ്പെടുകയായിരുന്നു, ആക്രമിക്കപ്പെടുകയായിരുന്നു. വഴിയരികില് സാന്താക്ലോസിന്റെ തൊപ്പി വിറ്റുകൊണ്ടിരുന്ന പാവപ്പെട്ട കുട്ടികളെ പോലും അവര് ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നത് കണ്ടു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ജബൽപൂരിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ കാഴ്ച പരിമിതിയുള്ള ഒരു പെൺകുട്ടിയെ BJPയുടെ സിറ്റി വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവ എന്ന വനിതാ നേതാവ് കടന്നാക്രമിക്കുന്നത്, കയ്യേറ്റം ചെയ്യുന്നത് നമ്മൾ കാണുന്നു.